ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം കേട്ടോ. അതിനൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യയുടെയും അഭിയുടെയും കുഞ്ഞിൻ്റെ നൂലുകെട്ടാണ്. അങ്ങനെ നൂലുകെട്ട് ചടങ്ങ് നടക്കുകയാണ്. എല്ലാവരും വലിയ സന്തോഷത്തിൽ തന്നെയാട്ടോ ഉള്ളത്. പ്രത്യേകിച്ച് സന്തോഷം കൂടുതൽ നമ്മുടെ നവ്യയ്ക്ക് തന്നെയാണ്. എല്ലാവരും വന്നല്ലോ, അതുപോലെ അഭിയുടെ ഈ മാറ്റമൊക്കെ കണ്ടിട്ട് നവ്യയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെ നൂലൊക്കെ കെട്ടുന്നതിനിടയിൽ ഈ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അഭിയാണെങ്കിൽ പേരൊക്കെ ഇടുകയാണ് കുഞ്ഞിന്. അപ്പൊ പേര് വിളിക്കാൻ വേണ്ടി പറഞ്ഞപ്പം അനന്ത പത്മനാഭൻ എന്നാണ് പേര് വിളിക്കുന്നത്. അപ്പം അനന്തമൂർത്തിയോട് ചേർന്നൊരു പേരാട്ടോ അനന്ത പത്മനാഭൻ. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കണേ, നമ്മുടെ അനന്തമൂർത്തി ഒന്ന് സോപ്പിടാനും കൂടെ പറ്റൂലോ. അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ നമ്മുടെ അനി പറഞ്ഞു, ആദർശേട്ടാ ദേ പേര് കേട്ടോ, മുത്തശ്ശനെ സോപ്പിടാനുള്ള അവന്റെ ബുദ്ധിയായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു, അത് പിന്നെ അനി എന്തെങ്കിലും ആയിക്കോട്ടെ, നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു കേട്ടോ. കാരണം ആദർശന് ഇപ്പൊ ഇതൊന്നും എന്താ പറയാ ഉൾക്കൊള്ളാനും അല്ലെങ്കിൽ പിന്നെ ഒരു കുറ്റം കണ്ടുപിടിക്കാനൊന്നും സമയമില്ല. തൻ്റെ ആ ഒരു എന്താ പറയുക, താന് ഇപ്പം വലിയൊരു കിണിയിൽ പെട്ടിരിക്കുകയാണ്. അപ്പം അതെങ്ങനെയെങ്കിലും പുറത്ത് കൊണ്ടുവരണം എന്നുള്ളതല്ലാതെ ആരെ കുറ്റപ്പെടുത്താനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ആദർശ് പണ്ടേ അങ്ങനെ ആരെയും കുറ്റപ്പെടുത്തുന്ന ഒരു ടൈപ്പൊന്നുമല്ല. അങ്ങനെ ഈ ഒരു പേര് വിളിച്ച ഉടനെ തന്നെ നമ്മുടെ ജലജ പറയുന്നുണ്ട്, നിങ്ങൾക്കെല്ലാം മനസ്സിലായോ മുത്തശ്ശനോട് എൻ്റെ മോൻ എന്ത് സ്നേഹമാണെന്ന്, അതുകൊണ്ടാണ് അവൻ അനന്തപത്മനാഭൻ എന്ന് പേരിട്ടതെന്ന്. അപ്പോഴത്തേക്കാണെങ്കിൽ ജയം പറയുകയും ചെയ്തു, ഭയങ്കര സ്നേഹം തന്നെയാ. ഇപ്പം സ്നേഹമൊക്കെ ഉണ്ട് ശരിയാ, പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ മുമ്പ് ഭയങ്കര സ്നേഹമായിരുന്നു. അപ്പൊ നവ്യ പറഞ്ഞു, അത് പിന്നെ ദേ എൻ്റെ ഭർത്താവിനെ ആരും കുറ്റപ്പെടുത്തണ്ട കേട്ടോ. എൻ്റെ ഭർത്താവ് നേരത്തെ എങ്ങനെയായിരുന്നു എന്നാരും ചിന്തിക്കണ്ട, ഇപ്പൊ എങ്ങനെയായിരുന്നു എന്നെല്ലാവരും ചിന്തിച്ചാൽ മതി. കാരണം എൻ്റെ ഭർത്താവ് ഈ കുഞ്ഞുണ്ടാകുന്ന സമയത്ത് എൻ്റെ കൂടെ കാണില്ല എന്നൊക്കെയാണ് ഞാൻ ഓർത്തിരുന്നത്. പക്ഷെ എൻ്റെ കുഞ്ഞ് ജനിച്ചതിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും എൻ്റെ ഭർത്താവ് എന്നെ കാണാൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഭിയുടെ ഈ മാറ്റം എന്നെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജലജയും പറയുക, എൻ്റെ മകൻ മാറില്ല എന്നായിരുന്നല്ലോ എല്ലാവർക്കും. എൻ്റെ മകൻ നല്ലതായി കഴിഞ്ഞപ്പോഴത്തേക്കും ചിലവരുടെ സ്വഭാവം ഇവിടെ തെളിഞ്ഞു കാണാൻ തുടങ്ങി എന്നും പറഞ്ഞ് ആദർശിന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. അപ്പം ജലജ ഇങ്ങനെ നോക്കുന്നത് കണ്ട് രൂക്ഷമായിട്ട് തന്നെ നമ്മുടെ ദേവയാനി ജലജയെ നോക്കുക. കാരണം ജലജയ്ക്ക് എങ്ങനെയെങ്കിലും ഇതൊക്കെ ഒന്ന് വെളിയിലെടുക്കണം, ഭീഷണിപ്പെടുത്തണം എല്ലാവരെയും. അപ്പൊ ആ ഒരു ഇതാണ് കേട്ടോ ജലജയ്ക്കുള്ളത്. അപ്പം നമ്മുടെ ജലജയുടെ ഈ സ്വഭാവം കണ്ടിട്ട് ദേഷ്യം വരുക ദേവയാനിക്ക്. എന്തെങ്കിലും എങ്ങനെയെങ്കിലും കനകേനെയും ഗോവിന്ദനെ അറിയിക്കണം, ചന്തുമോളുടെ കാര്യവും ആദർശനൊരു കുട്ടിയുണ്ടെന്നും ഒക്കെ. അതാണ് ജലജയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നവ്യ പറഞ്ഞു, ഒരു കാര്യം മറന്നുപോയല്ലോ അമ്മേ, ദേ നന്ദൂട്ടം പറഞ്ഞതാ വീഡിയോ എല്ലാം അയച്ചു കൊടുക്കണമെന്ന്. ഇവിടെ നടക്കുന്ന ചടങ്ങിന്റെ എല്ലാ ഭാഗങ്ങളും അവർക്ക് കിട്ടണം, ഒന്നും മിസ് ചെയ്ത് കളയരുതെന്ന്. അതിനി എടുത്ത് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞപ്പോൾ നയന പറഞ്ഞു, ഫോൺ ഇങ്ങതാ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നയന വീഡിയോ എടുക്കുകയാണ്. അപ്പോഴാണ് അനി ഓടി വന്നിട്ട്, വീഡിയോ ഞാൻ എടുക്കാം എന്നും പറഞ്ഞ് അനിയുടെ ഫോണിലും കൂടെ വീഡിയോ എടുക്കുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്കും ആണെങ്കിൽ ജാനകി പറഞ്ഞു, അവന് തുടങ്ങി, അവനിനി വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കാമല്ലോ, അതിന്റെ പേര് വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യാമല്ലോ എന്ന്. ഇത് കേട്ടതും അജയൻ, ദേ ഇത് നല്ലൊരു ദിവസാ, ഇന്നെങ്കിലും ജാനകി നിന്റെ വായൊന്ന് അടച്ചു വെക്കുന്നുണ്ടോ? കുറെ ദിവസമായി ഞാൻ കേൾക്കുന്നു, എന്തിനും ഏതിനും ഇവള് കുറ്റം കണ്ടുപിടിക്കുക. ജലജയെ പോലെ ഇവളുടെ കൂടെ കൂടിയാണോ നീ ഇങ്ങനെയായി പോയത്? വീണ്ടും എൻ്റെ മെക്കിട്ട് കയറ്. ജാനകി എൻ്റെ കൂടെ കൂടിയ ഇങ്ങനെ ആയതെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? ഇവിടെ ഓരോരുത്തരുടെ സ്വഭാവം വെളിയിൽ വന്നു കഴിഞ്ഞപ്പം ജാനകിക്ക് മനസ്സിലായി എങ്ങനെ ഓരോരുത്തരോട് പെരുമാറണമെന്ന്. അതുകൊണ്ടാണ് ജാനകി ഇങ്ങനെ ആയത്, അല്ലാതെ എൻ്റെ സ്വഭാവം കണ്ടു പഠിക്കുന്നൊന്നുമല്ല. ജലജയെ, നിന്റെ സ്വഭാവം അത്രയ്ക്ക് നല്ല സ്വഭാവമാണല്ലോ. ഏതായാലും മോനെ നീ വീഡിയോ എടുത്തോടാ എന്നിങ്ങനെ പെർമിഷൻ കൊടുക്കുക നമ്മുടെ അനിക്ക് പെർമിഷൻ കിട്ടിയതും അനി എന്താ വിട്ടുകളയോ? അനി ഓടി നടന്ന് വീഡിയോ എടുക്കുക. എന്നിട്ട് അനി മനസ്സിൽ വിചാരിക്കുകയാണ്, അയ്യോ ഇനിയിപ്പം അവൾക്ക് എന്നെ കാണണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ ഈ വീഡിയോയിൽ കിട്ടില്ലല്ലോ. അപ്പൊ പെട്ടെന്ന് ആദർശനെ വിളിച്ചിട്ട്, ആദർശേട്ടാ ബാക്കി വീഡിയോ ആദർശേട്ടൻ എടുത്തതാ എന്നും പറഞ്ഞ് ഫോൺ കൈ കൊടുക്കണം. അങ്ങനെ ആദർശ് ബാക്കി വീഡിയോസൊക്കെ ഇങ്ങനെ പിടിക്കുകയാണ് കേട്ടോ. ഏതായാലും അനി അപ്പം അവിടെ മാറി നിൽക്കുകയും ഒരു കള്ളനോട്ടം നോക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആദർശിനും ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടെങ്കിലും ആദർശിനി ഇപ്പം അതൊന്നും ചിന്തിക്കാനോ അതൊന്നും ആലോചിക്കാനോ ഇനിയിപ്പം അനിയനെ ഗുണദോഷിക്കാനോ ഒന്നും സമയമില്ലല്ലോ. ഏതായാലും വീഡിയോ ഒക്കെ എടുത്തിട്ട് അയച്ചു കൊടുത്തു കേട്ടോ.
നമ്മുടെ നയന വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒത്തിരി സന്തോഷമാവാണ്. നന്ദുവിനെ ആട്ടോ പിന്നെ കാണിക്കുന്നത്. അങ്ങനെ പോലീസ് ക്യാമ്പിൽ നന്ദു ഇങ്ങനെ ആ വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ ആസ്വദിക്കുമ്പോൾ കൂട്ടുകാർ വരികയാണ്. കൂട്ടുകാർ വന്നിട്ട് ആഹാ കൊള്ളാലോടി, അല്ല എന്താ കുഞ്ഞിന്റെ പേര്? അനന്തപത്മനാഭൻ. അനന്തപത്മനാഭൻ എന്നാ കുഞ്ഞിന് പേരിട്ടത്. ഓഹോ കൊള്ളാലോ, ആ കൊള്ളാം, നല്ല പേരൊക്കെയാണ്. പക്ഷെ ഈ പേരിന് പിന്നിലൊന്നുണ്ട്. ദേ എൻ്റെ മൂർത്തി മുത്തശ്ശനില്ലേ, മൂർത്തി മുത്തശ്ശന്റെ പേര് കൂട്ടിയാ അനന്തപത്മനാഭൻ എന്ന് പേര് വന്നത്. അനന്തമൂർത്തി എന്നാ മുത്തശ്ശൻ അറിയപ്പെടുന്നത്. ഓഹോ അപ്പൊ നിന്റെ ചേച്ചിയുടെ ഭർത്താവ് കൊള്ളാലോ, മുത്തശ്ശനെ സോപ്പിടാൻ വേണ്ടിയാണോ? പിന്നെ സോപ്പിടാൻ വേണ്ടി തന്നെയാ. ആ എന്ത് ചെയ്യാനാ, എൻ്റെ ചേച്ചിയുടെ ഭർത്താവിനെ കുറിച്ച് പറയാതിരിക്കുന്ന നല്ലത്. അല്ല നിന്റെ ചേച്ചിയുടെ ഏത് ഭർത്താവിന്റെ കാര്യം പറയുന്നത്? അത് ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലേ. എൻ്റെ ചേച്ചിയുടെ എന്ന് പറഞ്ഞാൽ നവ്യേച്ചിയുടെ ഭർത്താവ് അഭിയേട്ടൻ. ആരാ സാധനം എന്നറിയുവോ? ഭയങ്കര തന്ത്രശാലിയാണ്. അതൊക്കെ ഒരു കഥയാ. ദേ നമുക്ക് വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അടുപ്പിക്കാനും കൊള്ളത്തില്ല. ആദർശേട്ടൻ എങ്ങനെയാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റാ നമ്മുടെ അഭിയേട്ടൻ എന്ന് പറയുന്ന ആള്. ഓ ഭയങ്കര സംഭവം തന്നെയാ. പിന്നെ ഏകെയുള്ളൊരാശ്വാസം എൻ്റെ നവ്യേച്ചി അതുപോലെ അല്ലെന്നുള്ളതാ. നവ്യേച്ചി നേരത്തെ ഈ അഭിയേട്ടന് ചേരുന്ന ഒരു ഭാര്യയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ നവ്യേച്ചി ഇപ്പം ആകെപ്പാട് മാറി. ജീവിത സാഹചര്യങ്ങളൊക്കെ നവ്യേച്ചിനെ മാറ്റിയെടുത്തതാ. ദേ ഇതാ എൻ്റെ നവ്യേച്ചി, ഇത് നയനേച്ചി, ഇതെൻ്റെ അമ്മ. ഇവരെയൊക്കെ നീ പ്രത്യേകം എടുത്ത് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ, നിന്റെ മുഖത്ത് തന്നെ ഉണ്ട്. ദേ നിങ്ങളെല്ലാം ഏകദേശം ഒരേ ചായയാണല്ലോ. പിന്നെ ഇതിനു മുമ്പും നീ എന്നെ കാണിച്ചു തന്നിട്ടുണ്ടല്ലോ ഈ ഫോട്ടോസൊക്കെ. ഇവരൊക്കെ കൂടുന്നതാണ് എൻ്റെ കുടുംബം. ഒരു വലിയ ഫാമിലി അല്ലേടി നിന്റെ? ഒരു വലിയ ഫാമിലി തന്നെ എൻ്റെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ അനിയെ കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അനിയെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ചുള്ളൻ ചെക്കനാണല്ലോടി. എടി ഈ അനിയെ നീ എന്തിനാടി വിട്ട് കളയുന്നത്? ഇതുപോലെയുള്ളവരെ വിട്ട് കളയരുത്. ഞാനൊക്കെ നല്ലൊരു ചുള്ളൻ ചെക്കനെ നോക്കി നടക്കുക, അതും നല്ല സ്വഭാവമുള്ളവരെ. എന്നിട്ടോ എവിടെന്ന് പൊടിക്ക് പോലും കാണാനും കിട്ടാനും ഇല്ല. ഇപ്പോഴത്തെ ചെക്കന്മാരുടെ ഒക്കെ കാര്യം അറിയാലോ. എന്നെങ്കിൽ മയക്കുമരുന്നിന് അടിമ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അടിമയൊക്കെ ആയിരിക്കും. പിന്നെ ഇതുപോലെയുള്ള ചെക്കന്മാരെ നീ കൈവിട്ട് കളയാതിരിക്കുന്നത് നല്ലത്. വിവാഹം കഴിഞ്ഞ ഈ ചെക്കനെ കൈവിട്ട് കളയരുതെന്നോ? നീയേ എന്നോട് ഈ ഗുണദോഷിക്കുന്നത് എന്തുവാ? അതുമല്ല, ഞാനും അനിയും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാലേ അവിടെ ഭൂകമ്പമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. എടി മനസ്സിന് ചേർന്നവർ രണ്ടുപേരും ഒന്നിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ ഭൂകമ്പം ഉണ്ടാക്കാൻ നോക്കിയാലും അതൊന്നും യേശുവിലടി. ദൈവം നിങ്ങളെ ഒന്നിപ്പിക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും, നീ നോക്കിക്കോ എന്നൊക്കെ കൂട്ടുകാരി പറയുമ്പോഴത്തേക്ക് നമ്മുടെ നന്ദുവിനും എന്തോ ഒരു ചെറിയതൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജലജേനയും അതുപോലെ ജാനകിയും വഴക്ക് പറയാണ്. ആര്? നമ്മുടെ ദേവയാനി. വേറൊന്നിനുമല്ല വഴക്ക് പറയുന്നത്, നിന്നോടൊക്കെ പറഞ്ഞതല്ലേ ഇവിടെ വന്നു കഴിഞ്ഞ് 28 കെട്ട് കഴിഞ്ഞ് നേരെ പോണം, നിന്റെ തിരുവായൊന്നും തുറക്കരുതെന്ന്. എന്നിട്ട് നീ എന്തിനാ അവിടുത്തെ ഓരോ കാര്യങ്ങൾ എടുത്തിടുന്നത്? നിനക്കറിയാലോ ഇവിടുത്തെ ഗോവിന്ദന് 2 അറ്റാക്ക് വന്നിട്ടിരിക്കുന്നതാ. ഇനിയിപ്പം ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നല്ലൊരു ദിവസമായിട്ട് അത് മുടക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചോളും. അതിനു പിന്നെ ഞങ്ങൾ എന്തു പറഞ്ഞ നേടത്തി പറയുന്നത്? എത്ര നാൾ ഇത് മറച്ചു വെക്കും? ഇപ്പം മറച്ചു വെക്കണം എന്ന് പറഞ്ഞ് ഇപ്പം മറച്ചു വെക്കേണ്ട കാര്യങ്ങളാണെ അത് മറച്ചു വെച്ചിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പൊ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ നയനയും അതുപോലെ ജലജയല്ല കനകയും വരികയാണ്. അപ്പൊ കനക പറഞ്ഞു, അതെ പലഹാരങ്ങളൊക്കെ ഒത്തിരി ബാക്കിയുണ്ട്, ഒരു കാര്യം ചെയ്യ്, എല്ലാവർക്കും കൂടെ തന്നുവിടാം, അവിടെ മുത്തശ്ശനും മുത്തശ്ശിക്കും ഒക്കെ കൊണ്ട് കൊടുക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് എന്തിനാ പലഹാരങ്ങളൊക്കെ? അതെ പലഹാരങ്ങളൊക്കെ ഒത്തിരി ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മരുമോൾ ഇവിടെ കിടപ്പുണ്ടല്ലോ പ്രസവിച്ച്, അവക്ക് അങ്ങോട്ട് കൊടുക്ക്, അവളെ അങ്ങോട്ട് തീറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോഴത്തേക്ക് നമ്മുടെ നയന പറഞ്ഞു, അവൾക്ക് ചേച്ചിക്കുള്ള പലഹാരങ്ങളൊക്കെ ഒത്തിരി ഇവിടെ ഉണ്ടമ്മേ, വേണമെങ്കിൽ കുറച്ച് കൊണ്ടുപോകാനായിട്ട് എടുക്കാം. ഇപ്പൊ തന്നെ വയറ് നിറഞ്ഞ് ഇപ്പൊ ശ്വാസം മുട്ട എന്ന് ജാനകി. അപ്പോഴേക്കാണ് നമ്മുടെ കനക പറഞ്ഞത്, നല്ല രീതിയിൽ തന്നെ ചടങ്ങുകളൊക്കെ അവസാനിച്ചു, ഇനിയിപ്പം ഒരാഗ്രഹം കൂടെ ഉള്ളൂ, ഇതുപോലെ എൻ്റെ നയനമോൾക്കും ഒരു കുഞ്ഞ് ജനിക്കണം, ആ കുഞ്ഞിന്റെ ചടങ്ങും എനിക്ക് കാണണം. അപ്പോഴത്തേക്കാണ് ജലജ, ഇനിയിപ്പം അത് കാണിക്കാൻ പറ്റുമെന്നോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ നീ പറഞ്ഞത് ജലജ?
എന്നിങ്ങനെ കനക ചോദിക്കുകയാണ്. അപ്പം ദേവയാനി പറഞ്ഞു, ഇവക്ക് എന്തെങ്കിലും പറയാൻ നാക്കിന് ലൈസൻസ് ഉണ്ടോ? അല്ല, ഞാൻ വേറൊന്നും കൊണ്ടും അല്ല പറഞ്ഞത്, ഇപ്പം ഗൈനക്കോളജിസ്റ്റിനൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ, അതും കൊണ്ടാ. അപ്പോഴത്തേക്കും നയന പറഞ്ഞു, എനിക്ക് സമയമാകുമ്പോൾ കുഞ്ഞുണ്ടായിക്കോളും, നിങ്ങൾ ആരും നിർബന്ധിക്കുകയൊന്നും വേണ്ട. ഇനിയിപ്പൊ കുഞ്ഞുണ്ടായില്ലെങ്കിൽ തന്നെ പ്രശ്നമൊന്നും ഇല്ലെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. കുഞ്ഞുണ്ടായാൽ എന്താ, ഉണ്ടായില്ലെങ്കിൽ എന്താ, കൊഞ്ചിക്കാൻ ഇപ്പം കുഞ്ഞായില്ലേ. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ കനക, അതെന്താ അങ്ങനെ പറഞ്ഞത്? അപ്പം ദേവയാനി പറഞ്ഞു, അത് പിന്നെ നമ്മുടെ നവ്യയുടെ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞതാ എന്ന് പറഞ്ഞപ്പോൾ, ഓ നവ്യയുടെ കുഞ്ഞിന്റെ കാര്യമോ, എങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടെ സംസാരിച്ചിരിക്കുക, ഞാൻ ചെന്ന് എല്ലാം എടുത്തു വെക്കട്ടെ എന്നും പറഞ്ഞ് നമ്മുടെ കനകയും നയനിയും അങ്ങോട്ട് പോയിട്ടോ. ഈ സമയത്ത് വീണ്ടും വഴക്ക് പറയാ, ജലജ നിന്നോട് പറഞ്ഞതല്ലേ നിന്റെ നാക്ക് തുറക്കരുത്, നിന്റെ നാവ് അടച്ചു വെക്കണമെന്ന്, വീണ്ടും നീ എന്തിനാ ഇങ്ങനെ ഓരോന്ന് ഇവിടെ പറയുന്നത്? ഇനി മിണ്ടിപ്പോകരുത്, നിന്റെ ഈ ഭീഷണിപ്പെടുത്തൽ നീ നിർത്തിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദേവയാനി കുറെ വഴക്ക് പറയാ. അപ്പോഴത്തേക്കും ജലജ മിണ്ടാതിരിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ ജലജ വീണ്ടും 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 ഇത് ആവർത്തിക്കുന്നുണ്ട് കേട്ടോ. ഒരു 3-4 തവണ ഇങ്ങനെ എടുത്തു പറയുന്നുണ്ട് നമ്മുടെ ചന്തുമോളുടെ കാര്യം, പറയാതെ പറയുന്നുണ്ട്. അപ്പൊ ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ നയനയെ മാറ്റി നിർത്തിയിട്ട് ദേവയാനി പറയുന്നുണ്ട്, മോളെ നമ്മളിത് എത്ര നാളെന്നും പറഞ്ഞാൽ മറച്ചു വെക്കണത്, നമുക്കൊരു കാര്യം ചെയ്താലോ, ഇവള് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ലേ, നമുക്കിത് മോളുടെ അച്ഛനോടും അമ്മയോടും തുറന്നു പറഞ്ഞാലോ? അയ്യോ വേണ്ട വേണ്ടമ്മേ, ഇപ്പം തുറന്നു പറയാനൊന്നും നിൽക്കണ്ട, എനിക്ക് അംഗീകരിക്കാൻ പറ്റുമല്ലോ, ചിലപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് അംഗീകരിക്കാൻ പറ്റിയെന്ന് വരില്ല, അവരിതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സങ്കടപ്പെടും, വേണ്ട അമ്മേ പറയണ്ട. അല്ല പിന്നെ എത്ര നാളാ ജലജയുടെ ഭീഷണി കേട്ട് നമ്മളിങ്ങനെ നടക്കുന്നത്, അത് പിന്നെ എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ, നമുക്ക് പറയാമേ എന്നും പറഞ്ഞ് നമ്മുടെ ദേവയാനിയെ ഇങ്ങനെ സമാധാനപ്പെടുത്താണ്. പക്ഷെ നമ്മുടെ ജലജയുടെ ഈ ഒരു എന്താ പറയുക ഭീഷണിപ്പെടുത്തൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കും ദേഷ്യം വരും കേട്ടോ. എന്തിനാ ഏത് നേരം ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത് നമ്മളും ഓർത്തു പോകും. അതിനു മുമ്പ് നമുക്കങ്ങ് പറയുകയാണെങ്കിൽ പിന്നെ ഈ ഭീഷണിപ്പെടുത്തൽ കേൾക്കേണ്ട കാര്യമില്ലല്ലോ. എങ്ങനെയാണോ അഭി ഭീഷണിപ്പെടുത്തിയത് അതുപോലെ തന്നെയാണ് ജലജ ഇപ്പം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതേ സമയത്താണെങ്കിൽ പിന്നെ കാണിക്കും നമ്മുടെ നവ്യേനെയും അതുപോലെ അഭിനെയാണ്. അങ്ങനെ നവ്യ അഭിയും കുഞ്ഞിനെ ഇങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ നവ്യ ചന്തുമോളുടെ കാര്യം ആദർശന്റെ ഒക്കെ കാര്യം എടുത്തിടുക. എങ്കിലും ആദർശൻ ഈ ചതി ചെയ്യുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അഭി എന്താ ആദർശൻ ഇങ്ങനെയായി പോയത്? എനിക്കങ്ങ് വിശ്വസിക്കാനും പറ്റുന്നില്ല, വിശ്വസിക്കാതെ ഇരിക്കാനും പറ്റുന്നില്ല. എന്ത് ചെയ്യാനാ, ചിലവരുടെ മുഖം മൂടി അഴിഞ്ഞു വീണു നവ്യ. എന്നെ പോലെ എല്ലാവരും നല്ലവനാകണമെന്നില്ലല്ലോ. എങ്കിലും അഭിയെ കുറിച്ചാണ് ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ വിശ്വസിച്ചു പോയേനെ. അങ്ങനെ തന്നെ എല്ലാവരും പറയുന്നത്, ഞാൻ എല്ലാവർക്കും തെറ്റുകാരൻ. ഇപ്പൊ എന്താണ്, അല്ലെങ്കിലും ഈ പകൽമാന്യന്മാരാണല്ലോ പൊതുവെ തെറ്റുകൾ ചെയ്ത് ലാസ്റ്റ് അവന്മാരാ കള്ളന്മാരാവുന്നത്. ഇപ്പൊ അതുപോലെ തന്നെയാ പകൽമാന്യനായിട്ട് എൻ്റെ ആദർശേട്ടൻ അങ്ങ് കുറെ നാള് വിലസി. ഇനിയിപ്പൊ വിലസാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അല്ല ആ കുഞ്ഞിപ്പോഴും അനന്തപുരി തറവാട്ടിൽ തന്നെയാണോ? പിന്നല്ലാതെ, നിന്റെ ചേച്ചിയാണല്ലോ അതിനെ പൊന്നുപോലെ നോക്കുന്നത്. നയനാമ നയനാമ എന്നങ്ങണ്ടൊക്കെയാ വിളിക്കുന്നത്. മകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു നിന്റെ ചേച്ചിക്ക് ഇത് എന്തിന്റെ കേടാന്നറിയില്ല. ഞാനും അത് തന്നെ ഓർക്കുന്നത്. ചേച്ചി എന്തിനായിരിക്കും ഇങ്ങനെ എല്ലാത്തിനും ആദർശനോട് കൂട്ടു നിൽക്കുന്നത്? ഒരു ഭാര്യമാരും ചെയ്യാത്ത കാര്യങ്ങളാണല്ലോ ഇതൊക്കെ. നിന്റെ ചേച്ചിക്ക് വേറൊന്നുമല്ല. ഇനി നിന്റെ ചേച്ചി അവിടെ നിന്ന് പുറത്തിറങ്ങി പോയാൽ തന്നെ വേറെ എങ്ങോട്ടേക്ക് പോകും? ഇങ്ങോട്ടേക്ക് വരേണ്ട വരില്ലേ? പിന്നെ നിന്റെ ചേച്ചിക്ക് ഒരു ചേച്ചി എന്നല്ലാട്ടോ, സോറി അനിയത്തി എന്നാട്ടോ പറയുന്നത്, ഒന്ന് ക്ഷമിച്ചേക്കണേ. നമ്മുടെ നയനയുടെ പക്വതയും നയനയുടെ സംസാരമൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നയനയാണല്ലോ ചേച്ചി എന്ന് തോന്നൂല. അപ്പൊ അതുകൊണ്ടാട്ടോ അറിയാതെ ഇടയ്ക്ക് നയനയെ ചേച്ചിന്ന് കേറി ഞാനും വിളിക്കുന്നത്. അപ്പൊ അങ്ങനെ നിന്റെ അനിയത്തിക്ക് അറിയാം, നിന്റെ അനിയത്തി ആരാന്നറിയാമോ? തന്ത്രം പഠിച്ചവളാ, അവൾക്ക് നന്നായിട്ട് നിൽക്കാൻ അറിയാം. അതുകൊണ്ടാണ് ഇപ്പോഴും ആദർശേട്ടനെ സോപ്പിട്ട് അവിടെ നിൽക്കുന്നത്. അവക്കറിയാം അവിടെ അനന്തപുരി തറവാട്ടിൽ നിന്നും ഈ കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പോകാൻ ഒരു ഇടവില്ലെന്ന്. പിന്നെ ഇവിടെ വരണം, നിന്റെ അച്ഛനറിയും അമ്മയറിയും, പിന്നെ ആകെപ്പാടെ പ്രശ്നമാകും. അതുകൊണ്ട് തന്ത്രപൂർവ്വ നിന്റെ ചേച്ചി കളിക്കുന്നത്, നിന്റെ അനിയത്തി കളിക്കുന്നത്. നീ എങ്ങാണോ ആയിരുന്നെങ്കിലേ എൻ്റെ കരണക്കുറ്റിക്കിട്ട് അടിച്ച് ഇറങ്ങിപ്പോയേനെ. പിന്നെ പറയണോ, ഞാൻ നിന്നെ കത്തിച്ചേനെ. എങ്കിലും അവിടെ എന്താണ് ഇതൊക്കെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മുത്തച്ഛനും മുത്തശ്ശിയും അതുപോലെ അമ്മാവനും ആരും ഒന്നും പറയുന്നില്ല. അല്ല അവരൊക്കെ കൂടെ നിൽക്കുന്നത് പോട്ടെ, നയനി ഇങ്ങനെ കൂടെ നിൽക്കുന്നത് എനിക്ക് മനസ്സിലാവാത്തത്. സത്യം പറയാലോ, ഇന്ന് കുഞ്ഞിന്റെ നൂലുകെട്ട് നടക്കുമ്പോൾ ഞാൻ ആദർശേട്ടന്റെ മുഖത്തേക്ക് നോക്കിയതേ ഇല്ല. എനിക്ക് അങ്ങോട്ട് നോക്കാനേ തോന്നുന്നില്ല. എന്തോ ആദർശേട്ടനോടൊരു വെറുപ്പ് തോന്നുക എനിക്ക്. അറപ്പോ വെറുപ്പോ, എന്തുമാത്രം ഞാൻ അയാളെ ബഹുമാനിച്ചതാണെന്ന് അറിയാമോ അഭി? ഇപ്പം എനിക്കതിന്റെ ഇരട്ടിയുടെ ഇരട്ടി വെറുപ്പായി.
ഓ, നിനക്ക് സാരി വാരി തരുന്നു, സ്വർണം മേടിച്ചു തരുന്നു, അപ്പൊ നീ എന്താ എന്നോട് പറഞ്ഞത്? ഞാൻ ചെയ്യേണ്ടതൊക്കെ ചെയ്തു തരുന്നത് ആദർശേട്ടനായിരുന്നു എന്നല്ലേ? ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ടാ? അല്ല, അതൊക്കെ സത്യമായിരുന്നല്ലോ അഭി. അപ്പോഴൊക്കെ അയാളോട് എനിക്ക് ഭയങ്കര ബഹുമാനമായിരുന്നു. അത് ഒറ്റയടിക്ക് ഇല്ലാണ്ടായി. എടി, നീ കരുതുന്നത് പോലെ അത്രയ്ക്ക് നല്ലവനൊന്നും അല്ല അയാള്. അയാൾക്ക് മനുഷ്യനെ സ്വാധീനിക്കാൻ നല്ല മിടുക്കാണ്. ഞങ്ങളുടെ മുത്തശ്ശനെ സോപ്പിട്ട കമ്പനിയെല്ലാം പിടിച്ചടക്കിയത്. അതുപോലെ തന്നെ അയാള് ഈ പറഞ്ഞ ചന്തുമോളുടെ അമ്മയുടെ മനസ്സും കീഴടക്കി കാണും. എന്നിട്ടെല്ലാം കഴിഞ്ഞ ശേഷം ചന്തുമോളുടെ അമ്മയെ അയാള് തള്ളിക്കളഞ്ഞതാ. അത് ഉറപ്പായ കാര്യം തന്നെയാ. ഓ, എന്നാലും അയാളുടെ തൊലിക്കെട്ടിയ അപാരം തന്നെ. ഇത്രയും നാൾ നമ്മളെയൊക്കെ വിശ്വസിപ്പിച്ച് കഴിഞ്ഞല്ലോ. അല്ല, ആദർശ വീരൻ എന്നൊക്കെ അറിയപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു തെറ്റ് ചെയ്ത കൊച്ചുമോനെ കമ്പനിയുടെ തലപ്പ് തിരുത്താൻ എങ്ങനെയാ മുത്തച്ഛന് തോന്നുന്നത് അഭി? അല്ല, നിനക്ക് ചെറിയൊരു വീഴ്ച ഉണ്ടായപ്പം നിന്നെ തരം താഴ്ത്തിയില്ലേ? ആ, അതാണ് ഏരട്ടത്താപ്പെന്ന് പറയുന്നത്. എനിക്കൊരു നിയമം, ആദർശേട്ടന് മറ്റൊരു നിയമം. ഇതുപോലെ പല കളികളും അവിടെ നടക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞ ഞാൻ മുത്തച്ഛന്റെ സ്വന്തം കൊച്ചുമോനല്ലല്ലോ. അതിന്റെ ഒരു അവഗണനയാ എന്നോട് കാണിക്കുന്നത്. പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. എന്റെ കുഞ്ഞിനോടെങ്കിലും അത് കാണിക്കാതിരുന്നാൽ മതിയായിരുന്നു. അല്ലേടാ മോനെ ചക്കരെ എന്ന് പറഞ്ഞിട്ട് അഭി ഇങ്ങനെ കൊഞ്ചിക്കുകയാണ് കേട്ടോ. നമുക്കിട്ട് നവ്യക്ക് ഭയങ്കര സങ്കടം. അഭി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ നവ്യാണ് ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഏതായാലും ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നയനയാണ്. അങ്ങനെ നയന പറഞ്ഞു, അതെ, നന്ദു ഫോട്ടോസിനെല്ലാം ലൈക്കും കമന്റും ഒക്കെ ഇട്ടിട്ടുണ്ട്. അശോ, പാവം, ഈ ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റാത്തതിൽ അവക്ക് നല്ല വിഷമമുണ്ടെന്ന് നമ്മുടെ കനക പറഞ്ഞു. അപ്പം ജലജ പറഞ്ഞു, ഓ, നല്ല വിഷമം കാണും, നല്ല വിഷമം കാണും, എങ്ങനെ വിഷമം കാണാതിരിക്കും. പിന്നെ അനി വന്നിട്ടുണ്ടെന്ന് ഫോട്ടോ കണ്ടവള് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പം അതൊരു തീരെ നഷ്ടമല്ലേ? എന്തിനാ അപ്പച്ചി, എന്തിനാ ഏത് നേരവും ഇങ്ങനെ കുത്തുവാക്കുകൾ പറയുന്നത്? നീ ഒരു കാര്യം മനസ്സിലാക്കണം നയനെ. എന്റെ മരുമകള് പങ്കെടുക്കേണ്ട ഫംഗ്ഷനാ ഇത്. എന്നിട്ട് നിന്റെ അനിയത്തി ഇല്ലാതിരുന്നിട്ട് പോലും അവൾ ഈ വീട്ടിൽ വരാതിരുന്നത് അത്രയ്ക്ക് ദേഷ്യവും സങ്കടവും അവക്കുള്ളത് കൊണ്ടാ. അപ്പോഴത്തേക്ക് നമ്മുടെ കനക പറഞ്ഞു, ഇനിയിപ്പോ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല ജാനകി. ഇനി നന്ദൂട്ടന് ഒരിക്കലും അവരുടെ ഇടയിലേക്ക് കടന്നു ചെല്ലാൻ പോകുന്നില്ല. അത് മോള് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഉറപ്പാണ്. അപ്പൊ ജലജ പറഞ്ഞു, പാലിക്കാൻ പറ്റാത്ത ഉറപ്പുകൾ കൊടുക്കാത്തതാ നല്ലത്. പാലിക്കാൻ പറ്റുന്ന ഉറപ്പുകൾ ആദ്യം കൊടുക്കാൻ പറയാ. അല്ല, ആദർശിനെ പകർത്തുന്ന അനിയനല്ലേ? അപ്പൊ പിന്നെ വഴി തെറ്റിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കനകയ്ക്ക് ദേഷ്യം വന്നു കേട്ടോ. നമ്മുടെ നയനയ്ക്ക് അതിലും വലിയ ദേഷ്യം വന്നു. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറഞ്ഞു, ഒരിക്കലും ആദർശേട്ടൻ തെറ്റ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ അനിയും തെറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഓ, ആദർശൻ തെറ്റ് ചെയ്യില്ല, അനിയനും തെറ്റ് ചെയ്യില്ല. ഒരേ ഒരു തെറ്റുകാരൻ അനന്തപുരി തറവാട്ടിലുള്ളൂ. അത് എന്റെ മോൻ അഭിയാണല്ലോ. അങ്ങനെയാണല്ലോ നിങ്ങളൊക്കെ പറയുന്നത്. പക്ഷെ അവൻ മറ്റുള്ളവരെ പോലെ പകൽമാന്യനായിട്ട് നടക്കാറില്ല കേട്ടോ. അവൻ അത്യാവശ്യം മദ്യപാനോ പെൺവിഷയോ ഒക്കെ അവനുണ്ടായിരുന്നു, അതൊക്കെ ശരിയാണ്. എന്നാൽ ഒരു കുഞ്ഞ് ജനിച്ചതിൽ പിന്നെ അവന്റെ സ്വഭാവം പാടെ മാറി. അവനിപ്പം ഡീസന്റ് ആയിട്ടാ കഴിയുന്നത്. അങ്ങനെ മാറിയപ്പോഴാ മറ്റു ചിലരുടെ സ്വഭാവം മോശമായി തുടങ്ങിയതും അത് കണ്ടുപിടിച്ചതും ഒക്കെ. അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു, നിർത്ത്, നീ ഇവിടെ വന്നതിന് ശേഷം കൂടുതൽ സമയം ചെലവഴിച്ചത് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയാണല്ലോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ അഭി കുഞ്ഞിനെയും കൊണ്ട് വന്നത്. അപ്പം ദേവയാനി പറഞ്ഞു, നീ കുഞ്ഞിനെ എടുക്കാനൊക്കെ പഠിച്ചോ അഭി? കുഞ്ഞിനെ ഇങ്ങ് തന്നെ എന്നും പറഞ്ഞു കുഞ്ഞിനെ നമ്മുടെ ദേവയാനി എടുക്കുകയാണ്. വാട മോനെ, വാട ചക്കര എന്നൊക്കെ പറഞ്ഞുകൊണ്ടാട്ടോ എടുക്കുന്നത്. എന്നിട്ട് കുഞ്ഞിനെ ഇങ്ങനെ കൊഞ്ചിക്കുകയാണേ. എന്നിട്ട് ദേവയാനി പറഞ്ഞു, ജലജെ, സത്യമായിട്ട് എല്ലാവരും പറയുന്നത് ശരിയാ, നിന്നെപ്പോലെ തന്നെ ഉണ്ട് കേട്ടോ നിന്റെ കൊച്ചുമോൻ. സ്വഭാവം അതുപോലെ ആവാതിരുന്നാ മതി എന്നിങ്ങനെ. ഇത് കേട്ടതും ജലജയ്ക്ക് കലി വന്നു. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.